വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വീണ്ടും ഒരു ഡെയിലി വ്ളോഗാണ്. അപ്പോൾ എനിക്ക് അടുത്ത് കുറച്ച് റെക്കമെൻഡേഷൻ വന്നിരുന്നു, അതായത് ഞങ്ങളുടെ ഫുഡ് റുട്ടീനും കാര്യങ്ങളൊക്കെ കാണിച്ചു തരുമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ഞാനത് ഇൻക്ലൂഡ് ചെയ്യാം. പ്ലസ് ഇപ്പോൾ ഞങ്ങൾ രാവിലെ അമ്പലത്തിലൊക്കെ പോയി വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നാളെ ഏകാദശിയാണ്, ഗുരുവായൂർ ഏകാദശിയാണ്. അപ്പോൾ നാളെ രാവിലെ പോകാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് രാവിലെ അവിടെ അടുത്തുള്ള അമ്പലത്തിൽ പോയി വന്നു. പിന്നെ ഇന്നലെ ഞങ്ങൾ അവിടേക്ക് പോയിരുന്നു, പക്ഷേ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല, നടന്ന് എടുക്കായിരുന്നു. അപ്പോൾ ഇന്ന് പോയി തൊഴുതൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് തന്നെ ഞാൻ ആ ഫുഡ് റൂട്ടീനും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ അതായിരിക്കും ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത്. അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതായിരിക്കും ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ടൈം ഏകദേശം ഒരു 9:30 ആയിട്ടുണ്ട്. ഞങ്ങളൊരു 8 മണിക്കൊന്നല്ല പോയത്, 9 മണിക്കാണ് പോയത്. എന്നിട്ട് ഇപ്പോൾ വേഗം തന്നെ പോയി തൊഴുത് വന്നു. കാരണം ആമിനെയും കൊച്ചിനെയും കൊണ്ടുപോയിരുന്നില്ല, ഞാനും ചേട്ടനും ഉണ്ണിയും കൂട്ടിയാണ് പോയത്. പിന്നെ ശിവക്ഷേത്രത്തിലേക്കാണ് പോയത്. അതുകൊണ്ട് തന്നെ 1 വയസ്സാവാണ്ട് ഉണ്ണികളെ കൊണ്ടുപോകാൻ പാടില്ല. അപ്പോൾ ഉണ്ണിക്കിപ്പോൾ ഈ മാസം 2 വയസ്സാവും. അപ്പോൾ അതിൻ്റേതായ കുറച്ച് അമ്പല ദർശനങ്ങളും കാര്യങ്ങളൊക്കെയാണ് കറൻ്റ്ലി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി മൈൻഡൊക്കെ ഒന്ന് സെറ്റാക്കി കുറച്ച് ടൈം നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്ത പോലെ തോന്നി. നല്ലൊരു റീഫ്രഷിങ് ആയിരുന്നു. രാവിലെ തന്നെ അമ്പലത്തിലൊക്കെ പോയി നല്ല ക്ലൈമറ്റൊക്കെ ആയിരുന്നു, നല്ല നാച്ചുറൽ. ഇപ്പോൾ നിങ്ങളുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പറയണം. അതുപോലെ തന്നെ റിലേറ്റബിൾ ആയിട്ട് ആരെങ്കിലും ട്വിൻസ് ആയിട്ടുള്ള അമ്മമാരും അതേപോലെ ഫാമിലി മെമ്പേഴ്സ്, ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, ഫാമിലിയിലൊക്കെ ഉണ്ടെങ്കിൽ, അതേപോലെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടെന്നുള്ളത് നമുക്ക് വ്ളോഗ് എടുത്ത് നോക്കാം. ചെറിയൊരു സ്റ്റോറേജിൻ്റെ പ്രശ്നം ഇപ്പോൾ കറൻ്റ്ലി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഫോണിൽ. കാരണം കുറച്ചധികം വ്ളോഗ്സ് കിടക്കുന്നുണ്ട്, ഇവരെ അപ്ലോഡ് ആക്കിയിട്ടില്ല. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്തായാലും അതൊക്കെ അപ്ലോഡ് ആക്കിയിട്ട് പുതിയൊരു വ്ളോഗ് തുടങ്ങുള്ളൂ. പിന്നെ ചേട്ടന് നാളെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചേട്ടനുകൊണ്ടാണ് ഇത്രയും എനർജറ്റിക് ആയിട്ട് ഞാൻ നിൽക്കുന്നത്. നാളെ കഴിഞ്ഞാൽ 13-ാം തീയതി നാളെ ജോലിയുണ്ട്, ഡ്യൂട്ടി ഉണ്ട്. അത് കഴിഞ്ഞ് 12 ഇല്ല 13 തൊട്ട് ചേട്ടൻ ഡ്യൂട്ടി തുടങ്ങും. ചേട്ടൻ പോയി കഴിഞ്ഞാൽ വീണ്ടും ഞാൻ ഡള്ളായിരിക്കും, എനർജിയൊക്കെ പോവും. ഉള്ള സമയം നല്ല വ്ളോഗും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് കരുതി. അപ്പം ഞാനിപ്പോൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വന്നിരിക്കുകയാണ്. അമ്പലത്തിൽ പോയി വന്നു, എന്നിട്ട് ഇപ്പോൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഡ്രസ്സൊക്കെ മാറി താഴെ പോകണം. പിന്നെ ഉണ്ണികളെ ഫുഡ് റൂട്ടീൻ കാണിച്ചു തരാം. ഇപ്പോൾ രാവിലെ ഞാൻ അവർക്ക് ഒരു വട്ടം ഫോർമുല കൊടുത്തു, എന്നിട്ടാണ് പോയത്. എന്നിട്ട് ഇപ്പോൾ വന്നിട്ട് അവർക്ക് ഞാൻ പശുമ്പാൽ കൊടുത്തു. ഇനിയിപ്പോൾ ഞാൻ അവർക്ക് കുറുക്കാണ് കൊടുക്കാൻ പോകുന്നത്. പിന്നെ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം. എനിക്ക് സംസാരിക്കുമ്പോൾ എനിക്ക് അങ്ങനെ അധികം ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ എനിക്ക് സംസാരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നാം. എൻ്റെ പല്ല് വീണ്ടും പ്രശ്നം വരുന്ന പോലെ തോന്നാം. കണ്ടോ, ഈ ഫ്രണ്ടിലത്തെ പല്ല് എനിക്ക് ഗ്യാപ്പ് വന്നു. എനിക്ക് ഡെലിവറി എനിക്ക് അങ്ങനെ ഇല്ലായിരുന്നു. ഞാനങ്ങനെ പല്ലങ്ങനെ കെട്ടിച്ചിട്ടൊന്നുമില്ല ഇതുവരെ. പല്ല് കെട്ടിക്കേണ്ട ആവശ്യമൊന്നും എനിക്ക് ഇതുവരെ ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് എൻ്റെ പല്ലൊക്കെ ആകെ സംസാരിക്കുമ്പോഴൊക്കെ എനിക്കൊരു പല്ല് പൊന്തിയ പോലെ അല്ലെങ്കിൽ ഗ്യാപ്പുള്ള പോലൊക്കെ ഒരു ഫീൽ ചെയ്യുക. എനിക്ക് ഇത്തിരി ഡിസ്റ്റർബിങ് ആയിട്ട് തോന്നുന്നുണ്ട്. ഞാൻ മുൻപും വീഡിയോസിലൊക്കെ ഞാൻ പറയാറുണ്ട്. പക്ഷേ ഞാനങ്ങനെ ഇപ്പോൾ ഓൺ വോയിസ് ഇപ്പോൾ കുറച്ച് 2-3 വീഡിയോസിലായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. മുൻപൊക്കെ വോയിസ് ഓവർ ചെയ്യായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ ഓൺ വോയിസിൽ സംസാരിക്കുമ്പോൾ ഇങ്ങനെ തോന്നാം. പിന്നെ ഇതുണ്ടല്ലോ, അത് ഞാൻ ചെറുപ്പത്തിൽ ഞാൻ തലയിൽ കൂടെ മുണ്ടിട്ട് കോക്കാൻ കളിച്ചതാണ്. അപ്പോൾ അങ്ങനെ കൊണ്ട് ഇടിച്ചു, ചുണ്ട് സ്പ്ലിറ്റായി ഇവിടെ അങ്ങനെ ഇതായി. അപ്പോൾ പിന്നെ അവിടെ ഇങ്ങനെ സ്റ്റിച്ചിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ബോറായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ജസ്റ്റ് അങ്ങനെ തന്നെ വെച്ചു. അതാണത്. അപ്പോൾ അതൊക്കെ സംസാരിക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു ഇനി അധികം സംസാരിച്ച് ഞാൻ ടൈം കളയില്ല. താഴത്ത് 3 ആൾക്കാരുണ്ട്, നല്ല അംഗമായിരിക്കും. അപ്പോൾ വേഗം ഡ്രസ്സ് മാറി പോയിട്ട് ഉണ്ണികൾക്ക് കുറുക്കുണ്ടാക്കണം, കൊടുക്കണം. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം. മോർണിംഗ് എൻ്റെ വശം തന്നെ കുളിച്ച് റെഡിയായി അമ്പലത്തിൽ പോകാൻ നിൽക്കാം കേട്ടോ. മോർണിംഗ് ഒരു 9:15 വരെ ഉള്ളൂ അമ്പലം. അപ്പോൾ അതിന് മുൻപ് തന്നെ റെഡിയൊക്കെ ആയി കുളിച്ച് ഇപ്പോൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. അങ്ങനെ വീട്ടിലേക്ക് പുറപ്പെട്ടു. ഈ ഒരു ഡ്രസ്സ് എനിക്ക് ഓണത്തിന് കിട്ടിയ ഡ്രസ്സാണ്. പക്ഷേ എനിക്ക് അന്ന് ഇടാൻ പറ്റിയില്ല, കാരണം അന്ന് എനിക്ക് ടൈറ്റായിരുന്നു. ഇപ്പോഴാണ് അതൊന്ന് പാകത്തിനായിട്ട് വന്നത്. എന്നാലും സ്ലിറ്റുള്ള ടോപ്പാണ്, എനിക്ക് കംഫർട്ടില്ല സ്ലിറ്റ് ടോപ്പ്. എന്നാലും ഞാനൊരു ഇരിക്കുന്ന കണ്ടപ്പോൾ ഒരു കൗതുകത്തിനെടുത്തിട്ടതാണ്. ഞങ്ങളെ വീടിൻ്റെ തൊട്ടടുത്തായിട്ട് അമ്പലം. ഞാൻ മുൻപ് വീഡിയോസിലൊക്കെ പറഞ്ഞിരുന്നില്ലേ, വീട് കഴിഞ്ഞ് 4 വീട് കഴിഞ്ഞാൽ പാടാണ്. അപ്പോൾ ആ പാടം കയറി പോവുകയാണെങ്കിൽ നമുക്ക് നേരെ അമ്പലത്തിൽ പോവാം. അതല്ല റോഡ് വഴി പോകാൻ വെച്ചിട്ടുണ്ടെങ്കിൽ വളഞ്ഞു പോണ പോലെയാണ്. അമ്മ മിക്ക ദിവസവും വൈകുന്നേരങ്ങളിൽ ഇവിടെ പോയി തൊഴാറുണ്ട്. ഞാൻ ആദ്യമായിട്ടോട്ടെ കാണുന്നത്. ഞാൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞിട്ടാണ് മനസ്സിലാവുന്നത് ഇവിടെയാണ് അമ്മ വന്ന് തൊഴണേന്നുള്ളതൊക്കെ. ഇവിടെ വന്നിട്ട് 4ാമത്തെ വർഷമായിട്ട് കൂടി ഞാൻ ഇപ്പോഴാണ് ഈ അമ്പലം ഒന്ന് കണ്ടത്.
അങ്ങനെ അവിടെ നിന്ന് തൊഴുതിറങ്ങി. നമ്മളെപ്പോഴും ശിവക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ അവിടുത്തെ തൊഴുന്ന രീതിയും കാര്യങ്ങളൊക്കെ ഇത്തിരി സ്പെഷ്യലല്ലേ, വേറെ ഒരു തരമല്ലേ. എനിക്ക് അങ്ങനെ അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ എന്നാലും എൻ്റെ ഒരു രീതിയിൽ എനിക്കറിയാവുന്ന പോലെ ഒക്കെ തൊഴുതിറങ്ങി. ഞാൻ ആദ്യം ഇറങ്ങി, ചേട്ടനുണ്ണൊക്കെ പിന്നെ വന്ന് ചേട്ടൻ അവിടുത്തെ പൂജാരിയൊക്കെ ആയിട്ട് വർത്തമാനം പറയാൻ നിൽക്കായിരുന്നു. കാരണം അവിടെ ആരും അധികം ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. വൈകുന്നേരങ്ങളിലാണ് കൂടുതൽ ആൾക്കാർ അമ്പലത്തിൽ ഞാൻ പോണതൊക്കെ കണ്ടിട്ടുള്ളത്. അവിടെ ഫ്രണ്ടിൽ തന്നെ ഒരു സൂപ്പർ ഒരു ആൽമരമൊക്കെ ഉണ്ട്, നല്ല തറയൊക്കെ ആയിട്ടുള്ളത്, കുറേ കാലപ്പഴക്കം ഉണ്ടെന്നത് കണ്ടാൽ തന്നെ അറിയാം. പിന്നെ തൊട്ടടുത്തൊരു ഊഞ്ഞാല് കെട്ടിയിട്ടുണ്ട്, ഒരു മണി കെട്ടിയിട്ടൊരു ചെറുതല്ല വലിയൊരു ഊഞ്ഞാല് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ണീനെയും ചേട്ടനും കൂടി ആദ്യം ആടാനിരുന്നു. പക്ഷെ ഉണ്ണിക്ക് അതൊക്കെ നല്ല പേടിയാണ്. ചേട്ടൻ ഇവനെയും കൊണ്ട് സിൽവർ സ്വാമി പോണേ. എന്തെന്റെ അടുത്ത് വരണേ? അവൻ ഞാൻ ഇരുന്നണ്ട പോയിരുണ്ടല്ലോ. ആ ഉണ്ണിണ്ടാ? അമ്മ അടുത്തിരിക്കണ്ടാ? അമ്മ അടുത്തിരുന്ന് ആടുണ്ടോ ഉണ്ണി? ബാക്കിക്ക് ഫോട്ടോ എടുക്കാൻ ബാക്കിക്ക്. ആ എന്നാട്ടില്ല കാണത്തിലൊക്കെ. ആ ബാക്കിലേക്ക് ബാക്കിലേക്കോ അകലല്ല എടുത്തിക്കടോ ആ എവിടേക്കാ തുള്ളി പോണേ? എന്ത് എനിക്ക് ഭ്രാന്താ. വന്നു അല്ലേ? എനിക്കറിഞ്ഞൂടാ. ഞാനപ്പോൾ ഈ വ്ളോഗിൻ്റെ ഫസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ ഫുഡ് റുട്ടീൻ ഇൻക്ലൂഡ് ചെയ്യാന്ന്. ആക്ച്വലി ഞാൻ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ വീഡിയോ കണ്ടിന്യൂ ആയിട്ട് എടുത്ത് പോയത്. അന്നത്തെ ദിവസം തന്നെ ഫുൾ ഉണ്ണിയുള്ള ഫുഡ് റുട്ടീനും കാര്യങ്ങളൊക്കെ എടുത്തു. പക്ഷെ ഞാനത് അതായത് 2 ദിവസം മുൻപ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ ട്രൈ ചെയ്തപ്പോൾ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. എന്തോ ഒരു കോപ്പിറൈറ്റ് ഇഷ്യൂ കാരണം എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. ഞാൻ കുറേ വട്ടം അപ്ലോഡ് ചെയ്യാൻ നോക്കി.
അപ്പോഴൊക്കെ എനിക്ക് ഈ കോപ്പിറൈറ്റ് ഇഷ്യൂ വീണ്ടും 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 ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. എനിക്ക് എന്താണെന്ന് അറിഞ്ഞൂടാ. ഫുൾ ഒരു കമ്മ്യൂണിറ്റി ഗൈഡ് ലൈനും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. ഒരു 10 വട്ടമെങ്കിലും എനിക്കത് കിട്ടി. ഞാൻ അപ്പോൾ എനിക്ക് മനസ്സിലാവില്ല എന്തുകൊണ്ടാണെന്നുള്ളത്. കുട്ടികളെ വീഡിയോസ് കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യാനോണ്ടായിരിക്കണം. അപ്പോൾ ഞാൻ ആ വീഡിയോ തന്നെ പാട്ടായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തേക്ക്. അപ്പോൾ പ്രശ്നമില്ല. പക്ഷെ അത് എല്ലാം കൂടി ബൈൻഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യുമ്പോഴാണ് പ്രശ്നം വരണത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാനത് രാവിലെ അമ്പലത്തിൽ പോയിട്ട് പിന്നെ ഇവിടെ വന്ന് കുട്ടികളെ കാര്യങ്ങൾ കാണിക്കണതൊക്കെയാണ് കാണിച്ചിരുന്നത്. അപ്പോൾ ആ പാർട്ട് ഞാൻ ഒഴിവാക്കി. എന്നിട്ട് ഇപ്പോൾ രാവിലത്തെ അമ്പലത്തിൽ പോയത് മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഈ വ്ളോഗിൽ ഞാനിനി ഉടനെ തന്നെ ഉണ്ണികളുടെ ഫുഡ് റൂട്ടീൻ ആഡ് ചെയ്യാം. പക്ഷെ എനിക്ക് മനസ്സിലാവണില്ല എന്തുകൊണ്ടാണ് കോപ്പിറൈറ്റ് കിട്ടിയെന്നുള്ളത്. ഇനിയും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കിട്ടാറുണ്ട് കോപ്പിറൈറ്റ്. ചില സമയത്ത് എനിക്ക് നമ്മുടെ ഓഡിയോക്കെയാണ് കിട്ടുക, മ്യൂസിക്കിനാണ് കിട്ടുക. ഇപ്പോൾ എനിക്ക് കണ്ടന്റിനാണ് കിട്ടിയത്. അറിഞ്ഞൂടെ എന്താന്ന്. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് പറയണ്ടല്ലോ ഞാൻ ഉണ്ണികളുടെ ഫുഡ് റൂട്ടീനൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞത്. ഇതിൽ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. സംഭവം എനിക്ക് എന്താണെന്ന് മനസ്സിലായിട്ടില്ല. പിന്നെ എല്ലാവരും കൂടി 3 ആളും കൂടിയിട്ടുള്ള ഒരു കശപിശയുടെ ഇടയിൽ അതുകൊണ്ടാണോ എന്നൊന്നും അറിഞ്ഞൂടാ. പിന്നെ ഉണ്ണികളങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് തന്നെയാണ്. പിന്നെയും എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് അപ്പോൾ ഈ വ്ളോഗിൽ എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഞാൻ പറ്റുന്നൊക്കെ പറഞ്ഞ വലിയ ഇതിലാണ് തുടങ്ങിയത്. ആ വ്ളോഗ് എടുത്തിട്ട് ഇപ്പോൾ ഒരു 1 വീക്ക് കഴിഞ്ഞു. ഇപ്പോഴാണ് ഞാൻ ഇതിന് ഈ ഒരു എൻഡിങ് ഞാൻ പറയണത്. അപ്ലോഡ് ചെയ്യാൻ നോക്കിയപ്പോഴാണ് മനസ്സിലായത് പറ്റണില്ല എന്നുള്ളത്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഈ വ്ളോഗായിരിക്കും ലാസ്റ്റ് വരാം. പക്ഷെ നേരെ തിരിച്ചാണ്. അതായത് ലാസ്റ്റ് എൻ്റെ 3 വ്ളോഗ് തൃക്കാർത്തിക, ഗുരുവായൂർ ഏകാദശി, പിന്നെ ഇത് ഏകാദശിയുടെ തലേന്നാണ് നമ്മൾ അമ്പലത്തിൽ പോയിട്ടുള്ളത്. അപ്പോൾ നേരെ റിവേഴ്സാണ്. അത് ഏകാദശിയുടെ തലേന്ന് പോയിട്ട് ഗുരുവായൂർ ഏകാദശി, പിന്നെ തൃക്കാർത്തിക. ഓർഡർ ഒന്നും തെറ്റിയെന്നുള്ളൂ. കാരണം അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.